കണ്ണീർ താഴ്വരയാണ് ഇപ്പോൾ കാശ്മീർ. അതിനി എന്നാണ് ഉണങ്ങുക? എന്നാണ് ആശങ്ക തീരുക? പെഹൽഗാമിൽ വീണ ഓരോ ചോരപ്പാടുകൾക്കും ഈ രാജ്യം ശക്തമായ തിരിച്ചടി നൽകണമെന്നല്ലാതെ രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരനും മറ്റൊന്നും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ഈ അരിങ്കൊലയിൽ പങ്കില്ലെന്ന് എക്കാലവും പറയുന്നത് പോലെ പറഞ്ഞ് കൈ കഴുകുന്ന പാകിസ്ഥാന്റെ കയ്യിൽ ചോരയുടെ കളങ്കമുണ്ടെന്നതിന് പാക് സൈനിക മേധാവി ആക്രമണത്തിന് മണിക്കൂർ മുൻപ് പറഞ്ഞ വരികൾ മാത്രം മതി തെളിവായിട്ട്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്ന് പാക് സൈനിക മേധാവി പറഞ്ഞ മണിക്കൂറുകൾക്കകമാണ് പെഹൽഗാമിൽ ജീവനുകൾ കുരുതി ചെയ്യപ്പെട്ടത്. ലോകരാജ്യങ്ങളും പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുമ്പോൾ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലുമെല്ലാം കിട്ടാൻ പോകുന്ന ശക്തമായ തിരിച്ചടി പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ മറുപടിയായി മാറും. അങ്ങനെ രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടപ്പോൾ ഒരു സമുദായത്തെ മാത്രം അപരവൽക്കരിക്കാനുള്ള നീക്കങ്ങളും ശക്തമായി നടക്കുന്നുണ്ട്. ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് മുസ്ലിങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധ്യമുണ്ടാക്കാൻ കൂടി തന്നെയാണ്. ആ ഭീകരരുടെ ക്രൂരകൃത്യത്തിന് പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുമ്പോൾ അതിന് പിന്നിൽ നല്ല ഉദ്ദേശമല്ല. ഈ ആക്രമണത്തിന്റെ മുഴുവൻ ദുരന്തവും പേറാൻ പോകുന്നത് കശ്മീർ ജനതയാണെന്നതിൽ തർക്കമേ വേണ്ട. അടയുന്നത് അവരുടെ ഉപജീവന മാർഗമാണ്, നിലയ്ക്കുന്നത് അവരുടെ വരുമാനമാണ്. തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞ് ആ ജനത തന്നെ അണിനിരക്കുമ്പോൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് നടിക്കുകയാണ് ചിലർ. ഒരു സമുദായത്തെയും നാടിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തീവ്രവാദികളെ പോലെ തള്ളിപ്പറഞ്ഞേ മതിയാകും.